സാർ നമസ്കാരം. നമസ്കാരം. സാർ, കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു പദ്ധതി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച്. ഈ വിഴിഞ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കേരള ജനങ്ങൾ ഓരോരുത്തരുടെ മനസ്സിൽ അത് കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു പദ്ധതിയാണല്ലോ വിഴിഞ്ഞം പദ്ധതി. ഉമ്മൻചാണ്ടിയാണ് അതിൻ്റെ തറക്കല്ലിട്ട വ്യക്തിത്വം. ആ ഒരു ഐശ്വര്യമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഉമ്മൻചാണ്ടി എന്ത് പറഞ്ഞാലും ഏത് രീതിയിൽ കുത്തി നോവിച്ചിരുന്നെങ്കിലും അദ്ദേഹം ഒരു ഐശ്വര്യമുള്ളതാണ്. അദ്ദേഹം തറക്കല്ലിട്ടതൊക്കെ ഇന്ന് വളർന്നിട്ടേ ഉള്ളൂ. പക്ഷേ കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞു. വിഴിഞ്ഞം പദ്ധതി പാഴായ 10 വർഷം. ഈ വിഴിഞ്ഞം പദ്ധതി പാഴായ 10 വർഷം എന്ന് പറയുന്നത്, അതായത് കഴിഞ്ഞ 10 ആണ്ട് CPM ഭരിച്ച പിണറായി സർക്കാർ ഭരിച്ച കേരളത്തിൽ വിഴിഞ്ഞം പദ്ധതിയിൽ ഒന്നും ചെയ്തില്ല, ഒന്നും നോക്കിയില്ല, എന്തൊക്കെയോ കൂട്ടിച്ചേർത്തു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. സർ, ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. ഇദ്ദേഹം ഈ 10 വർഷമായി പാഴായി എന്ന് പറയുന്ന നമ്മളുടെ VD സതീശൻ, നമ്മളുടെ മുഖ്യമന്ത്രിക്ക്, ഇതിനു മുമ്പ് അദ്ദേഹം കഴിഞ്ഞ 5 കൊല്ലമായിട്ട് പ്രതിപക്ഷ നേതാവായിട്ടാണ് അദ്ദേഹം ഇരുന്നത്. ഈ പ്രതിപക്ഷ സമയത്ത് ഇദ്ദേഹത്തിന് ഇത് ചോദിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലേ? ഇത് ചോദിക്കേണ്ടതല്ലേ? ആ സമയത്ത് ഒരു പ്രതിപക്ഷ നേതാവ് എടുത്തു പറയുകയും അന്വേഷിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമല്ല ഇത്. അല്ലാതെ ഇപ്പം മുഖ്യമന്ത്രി ആകാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ മുഖ്യമന്ത്രി ആയതിനു ശേഷമാണോ ഈ വിഴിഞ്ഞം പദ്ധതി 10 വർഷം വേസ്റ്റായി എന്ന് പറയേണ്ട ഒരു ആവശ്യകതയിലേക്ക് എത്തുന്നത്? അപ്പോൾ അവർ ചെയ്തൊക്കെ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വരുന്നത്. ആയിക്കോട്ടെ, അങ്ങനെ മുഖ്യമന്ത്രിക്ക് പറയാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. പക്ഷേ ആ അവകാശം അദ്ദേഹം അതിനു മുമ്പ് ഈ മുഖ്യമന്ത്രിക്ക് തുല്യമായിട്ടുള്ളൊരു പദവിയായിരുന്നു പ്രതിപക്ഷ നേതാവ്. ആ പ്രതിപക്ഷ നേതാവ് ഇരിക്കുമ്പോൾ ഇവരെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇരിക്കേണ്ടത്. ആ ചോദ്യം ചെയ്യേണ്ട സമയത്ത് ആ വിഴിഞ്ഞം പദ്ധതിയിൽ തന്നെ പല പരിപാടിയിലും പങ്കെടുത്തിട്ടുണ്ടല്ലോ ഇദ്ദേഹം. ആ സമയത്ത് നാടമുറിക്കാനും കൂടെ നിന്ന് ചിരിക്കുകയും ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്തില്ലേ? ഇപ്പം മുഖ്യമന്ത്രിയായ ഈ സമയത്ത് അദ്ദേഹം ഈ ഒരു ചോദ്യം ചോദിക്കുന്നു. ഇത് സാർ, ഇത് ശരിയാണോ? ഇത് എനിക്കറിയേണ്ടത്, അങ്ങേൻ്റെ അറിയേണ്ടതും ജനങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം എന്നുള്ളത്, ഇപ്പം ചെയ്യുന്നത് മുഖ്യമന്ത്രി ചെയ്യുന്നത് വിഴിഞ്ഞം 10 വർഷം വേസ്റ്റായി എന്നുള്ളതൊക്കെ പറയുന്നു. അപ്പോൾ ഇപ്പോൾ ശരിയാണോ, അല്ലെങ്കിൽ ഇനി ശരിയായ പാതയിലേക്കാണോ പോകുന്നത്? ഇല്ലെങ്കിൽ ഇദ്ദേഹം മുമ്പ് തന്നെ ഇത് കൃത്യമായി ചെയ്യേണ്ടതല്ലേ? വളരെ റിലവൻ്റ് ആയ ചോദ്യമാണ് രതീഷ് ചോദിച്ചത്. കാരണം നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്ത് ഇപ്പം ബ്രിട്ടനിലാണെങ്കിലും കാനഡയിലും ഒക്കെ, ഇവൻ അമേരിക്കയിലും ഒക്കെ, അമേരിക്ക പിന്നെ അങ്ങനെ ഒരു പ്രതിപക്ഷമില്ലല്ലോ, ഒരു പാർലമെൻ്ററി സംവിധാനം നിൽക്കുന്നത് ബ്രിട്ടനിലും കാനഡയിലും ഒക്കെ. അവിടുത്തെയൊക്കെ മുഖ്യ പ്രതിപക്ഷ കക്ഷികൾ അവർ ശരിക്കും ചെയ്യുന്നത് ഈ ഭരണപക്ഷത്തിനുണ്ടാകുന്ന വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുകയും ഭരണപക്ഷം ചെയ്യുന്ന ജനപ്രിയമായ കാര്യങ്ങൾക്കൊപ്പം ഭരണപക്ഷത്തോടൊപ്പം നിൽക്കുകയും ചെയ്യും. അങ്ങനെ ഒരു 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 ഡെമോക്രാറ്റിക് സെൻസ് അവർക്കുണ്ട്. നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഡെമോക്രാറ്റിക് സെൻസേ ഇല്ല. തമിഴ്നാടിനുണ്ട്. ഇപ്പോൾ തമിഴ്നാടിൻ്റെ ഒരു ആവശ്യത്തിന് DMKയും AIDMKയും അവരായിരുന്നല്ലോ 2 കക്ഷികൾ. അവരൊന്നിച്ച് നിൽക്കും, ഫൈറ്റ് ചെയ്യും. കർണാടകയിൽ വെള്ളത്തിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും അവർ ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിൽ അങ്ങനെ ഒരു കൾച്ചർ ഇല്ലാതെ വന്നു. ഇവിടെ പ്രതിപക്ഷവും ഭരണപക്ഷവും രാമരാവണ യുദ്ധം നടത്തേണ്ട 2 കക്ഷികളായിട്ട് പ്രതിപക്ഷത്ത് നിൽക്കുന്നവൻ രാവണനും ഭരണപക്ഷത്ത് നിൽക്കുന്നവൻ രാമനുമായി സങ്കല്പിച്ച് വേണം യുദ്ധം നടത്താൻ. രാമൻ്റെ കൂടെ പിന്നെ വാനരസേനയുണ്ട്, മറ്റങ്ങരുടെ കൂടെ പിന്നെ രാക്ഷസരുമുണ്ട്. ഇതാണ് യുദ്ധം. ഈ രാമരാവണ യുദ്ധമാണ് നമ്മളിവിടെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ രാമരാവണ യുദ്ധം നടക്കുമ്പോൾ ഇവിടെ നഷ്ടപ്പെട്ടു പോകുന്നത് ഒരു പൊളിറ്റിക്കൽ, നമ്മുടെ ജനാധിപത്യ ബോധമാണ്, വികസനമാണ്. അതാണ് കേരളത്തിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി എന്നോട് ചോദിച്ച ചോദ്യം, പൊളിറ്റിക്കൽ നമ്മുടെ ഒപ്പോസിഷൻ നേതാവ്, പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് തുല്യമായ സ്ഥാനത്തിരിക്കേണ്ടതാണ്. ഈ പ്രതിപക്ഷം എന്താ ചെയ്യുന്നത്? അന്ന് സതീശൻ ഇരുന്നപ്പോഴും ഇതാണ് ചെയ്യുന്നത്. പിന്നെ പിണറായി വിജയൻ എന്തെല്ലാം ചെയ്യുന്നു അതെല്ലാം ദ്രോഹം. പിണറായി വിജയൻ ഒരു നന്മയും ചെയ്യാനൊക്കാത്ത ഒരാൾ. ഇത് അതിനു മുമ്പ് ഇരുന്ന പ്രതിപക്ഷത്ത് പിന്നെ ഇടതുപക്ഷം ഇരുന്നപ്പോഴെന്താണ്, അവരെ പിന്നെ ഇത് മാത്രം പറയുകയല്ല, കൊണ്ടുവരുന്ന എല്ലാ പരിപാടിയും തകർക്കുകയും ചെയ്യും. TM ജേക്കബ് വളരെ മനോഹരമായിട്ടാണ് പ്രീ ഡിഗ്രി ബോർഡ് കൊണ്ടുവന്നത്. അത് നശിപ്പിച്ച് നാറാണക്കല്ല് വെപ്പിച്ചിട്ട് പിന്നെ +2 എന്ന് പറഞ്ഞ് എത്ര വിദ്യാർത്ഥികളുടെ ഭാവിയാണ് ഇവർ തൊലിച്ച് കളഞ്ഞത്. സ്വാശ്രയ കോളേജ് കൊണ്ടുവന്നു. സ്വാശ്രയ കോളേജിനെതിരെ അന്ന് CPM സമരം ചെയ്തു. എന്നിട്ട് ഇഷ്ടംപോലെ സ്വാശ്രയ കോളേജ് ഇപ്പോൾ കൊടുക്കുന്നില്ലേ? സ്വാശ്രയ കോളേജിന് വേണ്ടി സമരം ചെയ്തല്ലേ കൂത്തുപറമ്പിൽ 5 രക്തസാക്ഷി ഉണ്ടാക്കിയത്. ഇപ്പോൾ നാടുകളാണെന്ന് ഇവർ പിന്നെ സ്വാശ്രയ കോളേജ് കൊടുത്തുകൊണ്ടിരിക്കില്ലേ? ഇവരുടെ മക്കളെയൊക്കെ സ്വാശ്രയ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കില്ലേ? ഇത് വന്ന എന്താ അവസാനം CPM സ്വയം ഇല്ലാതായി തീർന്നു. ഇവർ പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ ബന്ധമില്ല. അപ്പോൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഉത്തരവാദിത്വ ബോധത്തോടെ പ്രതിപക്ഷ നേതാവ് പ്രവർത്തിക്കണമെന്നും ഭരണപക്ഷം ചെയ്യുന്ന നല്ല കാര്യങ്ങളെ സ്വാഗതം ചെയ്യണമെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് രതീഷ് പറഞ്ഞത്. എനിക്ക് അതിനോട് യോജിപ്പാണ്. പക്ഷേ അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് പാഴായിപ്പോയ 10 വർഷത്തെക്കുറിച്ചല്ലേ? അത് VD സതീശൻ പറഞ്ഞ് 100% കറക്റ്റാണ്. എന്താണെന്ന് വെച്ചാൽ 10 വർഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഭരണ തുടർച്ച കിട്ടുക എന്ന് പറഞ്ഞാൽ അസാധ്യമായ കാര്യമാണ്. 10 വർഷം ഒരു ഗവൺമെൻറ് കേരളം ഭരിക്കുകയാണ്. ആ ഗവൺമെൻറ് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമായിരുന്നു. അന്ന് പിന്നെ ഇന്നത്തെ പിണറായി വിജയൻ അല്ല മുഖ്യമന്ത്രി തന്നെ. പിണറായി വിജയൻ മുഖ്യമന്ത്രി പറഞ്ഞാൽ അദ്ദേഹമായിരുന്നു സ്റ്റേറ്റ്, അദ്ദേഹമായിരുന്നു പാർട്ടി, അദ്ദേഹം രാജാവായിരുന്നു. അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിലും കൽപ്പിച്ചാൽ മതിയായിരുന്നു. ആ കൽപ്പന കല്ലേ പിളർക്കുന്നതായിരുന്നു. ഇതൊക്കെ ഉണ്ടായിട്ടും വിഴിഞ്ഞത്ത് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള 100% ശരിയല്ലേ? VD സതീശൻ പറഞ്ഞ എവിടെയാണ് തെറ്റിയിരിക്കുന്നത്? 10 വർഷം കൊണ്ട് വിഴിഞ്ഞത്തൊരു പോർട്ട് വന്നാൽ മതിയോ രതീഷ്?
ഇപ്പം നമ്മുടെ ഒരു സ്ഥലത്ത് ഇപ്പോൾ ആറന്മുള ഒരു എയർപോർട്ട് വരിക അത് വിചാരിക്കുക, വരുമോ വരാതിരിക്കുകയോ ചെയ്തിട്ട് ആ എയർപോർട്ട് വന്നു കഴിഞ്ഞാൽ എയർപോർട്ടിലേക്ക് പോകാൻ റോഡ് വേണ്ടായി. എയർപോർട്ടിലേക്കുള്ള റോഡിന് വീതി കൂട്ടത്തില്ല, ഓട്ടോറിക്ഷയ്ക്ക് പോലും പാനൊക്കത്തില്ല. എയർപോർട്ടിലേക്ക് ആളുകൾ എങ്ങനെ പോകും? ഇതാണ് കേരളത്തിലെ വികസനം. റോഡ് വീതി കൂട്ടാനൊക്കത്തില്ല. റോഡിൻ്റെ സൈഡിൽ താമസിക്കുന്ന കച്ചവടക്കാരും പിന്നെ ആളുകളും കൂടെ സംഘടിച്ച് ഞങ്ങൾക്ക് റോഡ് വേണ്ടെന്ന് പറയും. അതോടെ റോഡ് വേണ്ട. റോഡിൽ കൂടെ സഞ്ചരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ താല്പര്യമാണ് ഇല്ലാതാക്കുന്നത്. എന്നാൽ NH-66 വരുമ്പോഴേ അന്ന് ഈ വസ്തുവിൽ വളവ് അനുവദിക്കത്തില്ല എന്ന് എഴുതി വെച്ചിരുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണെന്നാണ് ഞാൻ ഹൈവേ കൂടെ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ളതാണ്. പിണറായി വിജയൻ വന്നു, വസ്തു അളവും അനുവദിച്ചു, എടുക്കുകയും ചെയ്തു, കാര്യങ്ങൾ നടത്തി. ആ ഇച്ഛാശക്തിയോടെ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ ഇടപെടാൻ പിണറായി വിജയന് കഴിഞ്ഞില്ല എന്നുള്ളത് വാസ്തവമാണ്. അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ അവിടെ മാത്രം ചെയ്താൽ പോരല്ലോ. വിഴിഞ്ഞത്തേക്ക് കപ്പലെത്തുമ്പോൾ ഫീഡർ പോർട്ടുകൾ, ഉദാഹരണത്തിന് കൊല്ലം പോർട്ടിൽ ഇന്നും അടിസ്ഥാനപരമായ ഒരു സൗകര്യം ഉണ്ടായിട്ടില്ല. പിന്നെ വേണമെങ്കിൽ കായംകുളത്തും ആലപ്പുഴയും ഒക്കെ ആയിട്ട് ഈവൻ അമ്പലപ്പുഴ പോലും ചെറിയ പോർട്ടുകൾ ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങളുണ്ടാകും. 10-22 പോർട്ടുകൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ലോജിസ്റ്റിക് മൂവ്മെൻറ്റ്സ് ഏറ്റവും ലാഭകരമായി നടത്താൻ പറ്റുന്നത് കടലിലൂടെയാണ്. അതുപോലെ തന്നെ ബാക്ക് വാട്ടേഴ്സ്, രാജീവ് ഗാന്ധിയുടെ ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു പിന്നെ ഈ ബാക്ക് വാട്ടർ പദ്ധതി. ശരിയാണ്. അത് ഹെൻറി ഓസൻ മണ്ട്രാളെ അതിൻ്റെ തലപ്പത്തിരുന്ന് അയാൾക്ക് MP ആവാൻ പണ്ടായാൽ കളഞ്ഞിച്ച് പോയതാണ്. ഇന്നും തീർന്നിട്ടില്ല, ചുമ്മാ തീർന്നു പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ. കൊല്ലം തോട് ഇപ്പോഴും ദുർഗന്ധപൂരിതമായിട്ട് കിടക്കുകയാണ്. പണമില്ലാത്തതുകൊണ്ടല്ല, നടത്താനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി ഇല്ലാത്തതുകൊണ്ടും വിഷൻ ഇല്ലാത്തതുകൊണ്ടും യാതൊരു ബോധവുമില്ലാത്ത, യാതൊരു കഴിവുമില്ലാത്ത കുറേ പിശാചുക്കൾ ഈ രാജ്യം ഭരിക്കുന്നതുകൊണ്ടാണ്. അതിന് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. വിഴിഞ്ഞത്ത് സംഭവിച്ചത് തന്നെയാണ്. വിഴിഞ്ഞത്തേക്ക് പോകാൻ ബാലരാമപുരത്ത് നിന്ന് റെയിൽവേ കണക്ടിവിറ്റി ഉണ്ടെങ്കിലല്ലേ വിഴിഞ്ഞത്തെത്തുന്ന പോർട്ടിലെത്തുന്ന സാധനങ്ങൾ കൊണ്ടുപോകാനും അവിടെ സാധനങ്ങൾ എത്തിക്കാനും കഴിയുള്ളൂ. അപ്പോൾ ഈ ഇന്ത്യയിലെ ഏത് സ്ഥലത്തു നിന്ന് വരുന്ന, പ്രത്യേകിച്ച് ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തു നിന്ന് വരുന്നോ വരാതിരിക്കുമോ, തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും ഈവൻ കർണാടകത്തിൽ നിന്നും വരുന്ന സാധനങ്ങൾ വിഴിഞ്ഞം വഴി അയച്ചാൽ അന്തർദേശീയ കപ്പൽ പാതയിൽ നിന്ന് വെറും 10 നോട്ടിക്കൽ മൈൽ അകലെയാണ് വിഴിഞ്ഞം എന്ന് പറയുന്ന തുറമുഖം. അവിടെ ഞാൻ പറഞ്ഞോട്ടെ, അവിടെ മദർഷിപ്പ് അടക്കാനുള്ള സൗകര്യങ്ങൾ ആ വിഴിഞ്ഞം പോർട്ടിനുണ്ട്. അപ്പോൾ ഇതൊന്നും ഉപയോഗിക്കത്തക്ക വിധത്തിൽ റോഡ് കണക്ടിവിറ്റി ഇല്ല, റിംഗ് റോഡ് ഉണ്ടായില്ല, ബാലരാമപുരത്തുനിന്ന് റെയിൽവേ ലൈൻ ഇല്ല. വിഴിഞ്ഞത്ത് വലിയ മദർഷിപ്പ് അടുക്കുന്നു. മദർഷിപ്പ് അടുത്ത് എന്തോ ചെയ്യാനാണ്? ഈ സാധനങ്ങൾ കൊണ്ടുപോകണ്ടേ, കപ്പലിൽ കയറ്റാനുള്ള സാധനങ്ങൾ കൊണ്ടുവരണ്ടേ? അപ്പോൾ പാഴായ 10 വർഷം എന്ന് VD സതീശൻ പറഞ്ഞത് അലംഭാവം കൊണ്ട്, കെടുകാര്യസ്ഥത കൊണ്ട്, ദീർഘവീക്ഷണമില്ലാത്തതുകൊണ്ട് ഇടതുപക്ഷം പാഴാക്കിയ 10 വർഷം വിഴിഞ്ഞത്തിൻ്റെ വികസനത്തെ വലിയ തോതിൽ തടഞ്ഞു നിർത്തി എന്ന് കേരള മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞതിനോട് 100% യോജിക്കുന്നു. ഇപ്പോഴാണോ പറയേണ്ടത്? അതിനു മുമ്പ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അത് പറയണ്ടേ? അദ്ദേഹം പറഞ്ഞായിരുന്നു. അദ്ദേഹം ഇപ്പോൾ പറയുന്നു, ഇദ്ദേഹം ഇപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുത്തു. ഇദ്ദേഹം അങ്ങ് നേരത്തെ പറഞ്ഞൊരു കാര്യം ശരിയാണ്. അതായത് നേരത്തെ തമിഴ്നാട് എടുത്തു കഴിഞ്ഞാൽ ADMK ആണെങ്കിലും ശരി, AIDMK ആണെങ്കിലും ശരി, ഇപ്പോൾ TVK ആണെങ്കിലും ശരി, അവർ ഒരു കാര്യത്തിന് വേണ്ടി എന്തെങ്കിലും ഇപ്പോൾ വെള്ള പ്രശ്നമാണെങ്കിൽ പോലും അവർ ഒരുമിച്ച് നിന്ന് കൂട്ടായ്മയിൽ ചെയ്യുന്നതാണ്. നമ്മുടെ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക എന്നല്ലാതെ വേറൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ പരിപാടി കഴിഞ്ഞ ദിവസം ഉദ്ഘാടനത്തിന് പോയ സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രി UDF സർക്കാർ പോയ സമയത്ത് ഇതിൽ കേന്ദ്രമന്ത്രി പങ്കെടുത്തില്ല, BJPയുടെ ഒരു MLA മാരും പങ്കെടുത്തില്ല. ഒറ്റ കാരണമേ ഉള്ളൂ, വന്ദേമാതരം ചൊല്ലില്ല. ഈ വന്ദേമാതരം എന്തിനാണ് BJPയുടെ തലയിൽ അവർ തന്നെ എടുത്ത് വെക്കുന്നത്? വന്ദേമാതരം എന്നുള്ളത് BJP കണ്ടുപിടിച്ചതാണോ? അല്ല BJP കൊണ്ടുവന്നതാണോ? അല്ലല്ലോ. സ്വാഭാവികമായിട്ടും ഇത് വന്നത് എവിടെ നിന്നാണ്? 150 വർഷം പഴക്കമായി. 150 വർഷം പഴക്കത്തോടുകൂടി വന്ദേമാതരം ഓരോ പൗരനും ഉച്ചാരണങ്ങൾ ചൊല്ലേണ്ടതവരാണ്. പക്ഷേ ഇവിടെ അതല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ എന്താണ്? BJP അതിനെതിരെ സമരം ചെയ്യുന്നു. ഞങ്ങൾ പങ്കെടുക്കുന്നില്ല ഈ പരിപാടി. ഇത് ആരുടെ പരിപാടിയാണ്? വിഴിഞ്ഞം ഓരോ ജനതയുടെയും പരിപാടിയാണ്. ഓരോ കേരളത്തിലുള്ള ഓരോ പൗരൻ്റെയും അവകാശമാണ്. ഇനി ഇന്ത്യയിൽ തന്നെ ഓരോ പൗരൻ്റെയും അവകാശമാണ്. പക്ഷേ അത് അവിടെ ആവർത്തിക്കാതെ സ്വാഭാവികമായിട്ടും അതിനെതിരെ സമരം ചെയ്യുന്നു. അങ്ങ് പറഞ്ഞൊരു കാര്യം കറക്റ്റാണ്. ഇപ്പോൾ ഇവിടുത്തെ BJP നേതാക്കൾ പങ്കെടുത്തിട്ടില്ല. ഇദ്ദേഹം UDFൽ നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നു കഴിഞ്ഞ 10 വർഷം വേസ്റ്റായി എന്നുള്ളത്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ഇത് മുന്നോട്ട് പോയില്ല. സാർ, ഇതിന് ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യത്രേ ഉള്ളൂ, ഇത് ചോദിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇതിന് പരിഹാരം എന്ത് ചെയ്യാൻ പറ്റും? അതിന് പരിഹാരം ഒറ്റ മകർക്ക് പറയാനില്ല, ഒറ്റമൂലിയായിട്ടൊന്നും ഇത് പറയാനില്ല. പിന്നെ 2 കാര്യമുണ്ട്. ഈ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയണമെങ്കിൽ അത്യാവശ്യം 2 കാര്യം പറഞ്ഞേ പറ്റൂ. തീർച്ചയായിട്ടും. VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഇത് ചെയ്യാൻ പറ്റില്ല, ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയാണ്. പക്ഷേ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ബാലരാമപുരത്തെ എന്ത് വില കൊടുത്തും റെയിൽവേ ലൈൻ വലിക്കണം, അതിന് പിന്നെ ജനങ്ങളുടെ സഹകരണത്തോടെ വലിക്കണം. ഇത് സഹകരിച്ചില്ലെങ്കിൽ ബൈ ഫോഴ്സ് ഉപയോഗിച്ച് വലിക്കണം. അതാണ് ചെയ്യേണ്ടത്. എപ്പോഴൊന്നും സഹകരണമൊന്നും കിട്ടത്തില്ല കേരളം പോലെ സെൻസിറ്റീവായ സംസ്ഥാനത്ത്. അതുപോലെ തന്നെ റിംഗ് റോഡ് ഉണ്ടാകണം, അതിന് ഇത്ര മീറ്റർ വീതി വേണം, ഇത് ഗവൺമെൻറ് ചെയ്യണം. ഇങ്ങനെ വിഴിഞ്ഞത്തിൻ്റെ വികസനത്തിൻ്റെ ബ്ലൂ പ്രിൻ്റ് വയ്ക്കാൻ VD സതീശൻ എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞില്ല. അതിന് മുമ്പിരുന്ന രമേശ് ചെന്നിത്തലയ്ക്കും കഴിഞ്ഞില്ല. അതൊരു പ്രശ്നമാണ്. അവർ ഈ പ്രശ്നങ്ങളിലൊക്കെ രാഷ്ട്രീയമായ നേട്ടം കൊയ്യാൻ ശ്രമിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, പ്രതിപക്ഷത്തിൻ്റെ ഒരു കൾച്ചർ അതാണ്. അത് വളരെ അൺഫോർച്ചുനേറ്റാണ്, അൺഫെയറാണ്. അതേ ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ ദേശീയ ഗീതത്തെക്കുറിച്ച് ചോദിച്ചു. ദേശീയ ഗീതം വിഴിഞ്ഞം ഉദ്ഘാടനത്തിന് തടസ്സമായി വരുന്നെന്ന് ഞാൻ ഒരു പത്രവാർത്തയിലും കണ്ടില്ല, എങ്ങും ഞാൻ വായിച്ചുമില്ല.
പക്ഷേ ദേശീയ ഗീതം BJPയുടെ മാത്രമാണോ എന്ന് ചോദിച്ചു. അത് ദേശീയ ഗീതം BJPയുടെ അല്ല, കേരളത്തിലെ ജനങ്ങളുടെ മുഴുവനുമാണ്. ഞാൻ ആഗ്രഹിക്കുന്നു ദേശീയ ഗീതം മുഴുവനും പാടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് ഇന്നുവരെ പാടിയിരുന്നു. 1856 ഈ ദേശീയ ഗീതം ബംഗിം ചന്ദ്ര ചാറ്റർജി ആനന്ദമഠത്തിൽ എഴുതിയത്. അപ്പോൾ ആനന്ദമഠത്തിൽ എഴുതിയ ഈ ഗാനം പാടിയാണ് 1905 മുതൽ 1927 വരെ പിന്നെ ബംഗാളിലെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും എല്ലാം ഒന്നിച്ച് നിന്ന് സ്വാതന്ത്ര്യ സമരം നടത്തിയത് ബംഗാളിൽ. ഇത് പാടിക്കൊണ്ടാണ്. 1937 കാക്കിനാഡ കോൺഗ്രസ് വന്നപ്പോഴാണ് മുഹമ്മദ് അലി ജിന്ന പറഞ്ഞത് ഇത് പാടാൻ പറ്റത്തില്ല. മുഹമ്മദ് അലി ജിന്ന 1937 പറഞ്ഞ അതേ നിലവാരത്തിലേക്കാണ് 2026 കോൺഗ്രസ് എത്തി നിൽക്കുന്നത്. ഇതിനെ ചോദ്യം ചെയ്യണ്ടേ? CPM ചോദ്യം ചെയ്യില്ല, അവർ പാടണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എവിടെയാണെന്ന് ചോദിച്ചാൽ, ദേശീയ ഗീതത്തെ ഇഷ്ടപ്പെടുന്നൊരു ഇന്ത്യൻ പൗരനാണ് ഞാൻ. ആ ദേശീയ ഗീതത്തിൻ്റെ അശ്ലീലമായി ഒന്നുമില്ല. ഇത് ഹിന്ദുവും മുസ്ലിമും ദീർഘകാലം പാടിയിരുന്നൊരു പാട്ടാണ്. ഇപ്പോൾ ചില കുത്തിത്തിരിപ്പുകാർക്ക്, ചില വർഗീയവാദികളെ, മതമൗലികവാദികളെ, വിഘടനവാദികളെ, രാജ്യദ്രോഹികളെ തൃപ്തിപ്പെടുത്താനായിട്ട് ഇത് പാടണ്ട എന്ന് പറഞ്ഞാൽ എന്നോട് യോജിക്കാൻ പറ്റില്ല. അതേത് കോൺഗ്രസ്സുകാരൻ പറഞ്ഞാലും കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞാലും നമുക്കത് യോജിക്കാൻ പറ്റില്ല. പക്ഷെ അതാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിലൊരു പ്രശ്നം ഞാൻ കാണുന്നില്ല. അതാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രശ്നമല്ല. അതുകൊണ്ടാണ് BJP കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് കേന്ദ്രമന്ത്രി പങ്കെടുക്കാത്തതെന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, അതിൻ്റെ സാധ്യത അതാണ് ഞാൻ ചോദിച്ചത്. അല്ല, അതൊരു വിഷയമായിട്ടൊന്നും നമ്മൾ വന്നില്ല. അതായിരുന്നെങ്കിൽ അവർ പറയുമായിരുന്നല്ലോ, ദേശീയ ഗീതം പാടാത്തൊരു ചടങ്ങിൽ ഞങ്ങൾ വരില്ല എന്ന് പറയുമായിരുന്നു. അങ്ങനെ എൻ്റെ ശ്രദ്ധയപ്പെട്ടിട്ടില്ല. രതീഷിനും അങ്ങനെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല. അല്ല, എൻ്റെ ശ്രദ്ധയിൽപ്പെടാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചില്ല. അങ്ങനെയാണോ എന്നാണ്. അല്ല, അങ്ങനെ സ്റ്റാൻഡ് അവിടെ ഉണ്ടായില്ല. ഞാൻ മറുപടി പറഞ്ഞത് ദേശീയ ഗീതം BJPയുടെ മാത്രം സ്വത്താണോ എന്ന് രതീഷ് ചോദിച്ചതിനാണ് ഞാൻ മറുപടി പറഞ്ഞത്. അതായത് ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറയാം, അങ്ങ് അത് ശ്രദ്ധിച്ചില്ല തോന്നുന്നു. അതായത് BJPയുടെ സ്വത്തായിട്ട് കരുതിയത് കൊണ്ടാണല്ലോ ഇപ്പോൾ BJPയുടെ MLA മാർ അവർ സ്വയം ഇതിൽ പങ്കെടുക്കേണ്ടതാണ്. വിഴിഞ്ഞം പദ്ധതി എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു പദ്ധതിയിൽ ഇവർ പങ്കെടുക്കണ്ടേ? 3 MLA മാരുണ്ട്. 3 MLA മാർ പങ്കെടുത്തിട്ടില്ല. BJP നേതാക്കൾ പങ്കെടുത്തിട്ടില്ല. കേന്ദ്രമന്ത്രി വരുമെന്ന് പറഞ്ഞ് കേന്ദ്രമന്ത്രി പങ്കെടുത്തിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ മനസ്സിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ അറിയാം, പത്രസമ്മേളനം നടത്തുന്നതൊക്കെ ഇതിനെതിരെയാണ്, വന്ദേമാതരത്തിനെതിരെയാണ് പത്രസമ്മേളനമൊക്കെ നടത്തി. അതിലും അബദ്ധങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ, അത് നമുക്ക് പിന്നെ എടുക്കാം. ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ് ക്വസ്റ്റ്യൻ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് BJP തന്നെ സ്വയം തീരുമാനിച്ചു, ഞങ്ങളുടെയാണ് വന്ദേമാതരം എന്ന് തീരുമാനിച്ചു. അവർ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടാണല്ലോ ഇവർ പങ്കെടുക്കാതിരുന്നത്. UDF അതിൽ പങ്കെടുത്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ലേ പങ്കെടുക്കാതെ. വിഴിഞ്ഞം പദ്ധതിയിൽ അങ്ങനെ പങ്കെടുക്കാതിരുന്നത് മോശമല്ലേ എന്നാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. അല്ല, വിഴിഞ്ഞം പദ്ധതിയിൽ പിന്നെ BJP മാത്രമല്ലല്ലോ പങ്കെടുക്കായിരുന്നു, CPM പങ്കെടുത്തില്ലല്ലോ, പ്രതിപക്ഷ നേതാവ് പങ്കെടുത്തില്ലല്ലോ, CPMൻ്റെ ആരും പങ്കെടുത്തില്ല. അവർ വന്ദേമാതരം പാടാൻ ഞണ്ടെന്ന് പങ്കെടുക്കും. അതിന് പൊളിറ്റിക്കൽ ഇൻറ്റൻഷനാണ് കാണുന്നത്. വന്ദേമാതരം അവിടെ ഒരു കക്ഷിയാണെന്ന് ഞാൻ കരുതുന്നില്ല. പൊളിറ്റിക്കലായിട്ട് ചിലപ്പോൾ അവർക്ക് അവരുടേതായ ഹിഡൻ അജണ്ട ഒരു പക്ഷേ ഉണ്ടാകുമായിരിക്കും. എന്തുണ്ടായാലും ശരി, ഇല്ലെങ്കിലും ശരി, വിഴിഞ്ഞം കേരളത്തിൻ്റെ പൊതുസ്വത്താണ്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടനത്തിന് BJPയും CPMും അടക്കം ഈ രാജ്യത്തെ, ഈ സംസ്ഥാനത്തെ സ്നേഹിക്കുന്നവർ മുഴുവൻ പങ്കെടുക്കേണ്ട ഒരു ദേശീയ ആഘോഷം, കേരളത്തിൻ്റെയെങ്കിലും ഒരു ആഘോഷമായിട്ട് അതാണ് കൊണ്ടുവരേണ്ടത്. അത് ഉണ്ടായില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, താങ്ക് യു സർ. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.